എനിക്ക് സങ്കടം വന്നു. പാവമുണ്ട്. RJ ബിൻസിയുടെ അനീത്തി. അയ്യോ, അനീത്തിയുടെ പേര് ഞാനങ്ങ് മറന്നു. എന്തായാലും നമ്മുടെ ബിൻസി അറിയാത്തവരാരും ഇല്ലല്ലോ. ഓക്കെ, അപ്പം എന്തോ ചേച്ചി അനിയും തമ്മിലുള്ളൊരു വഴക്കാണെന്ന് തോന്നുന്നു. അതിന് വന്നിട്ട് ഈ സോഷ്യൽ മീഡിയ വന്ന് ഇങ്ങനെ കരഞ്ഞ് മെഴുകി കൊച്ചങ്ങ് തകർക്കുന്നുണ്ട്. ബിൻസിക്കാണെങ്കിൽ ഒന്നാമത് നല്ല ഹേറ്റും കാര്യങ്ങളും ഉള്ള കാര്യം കൊച്ചിന് നല്ല രീതിയിൽ അറിയാം. കൊച്ചത് വന്നിട്ട് നൈസായിട്ട് അങ്ങ് പൊലിപ്പിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല, 1 മണിക്കൂർ മുമ്പ് ബിൻസി ഈ കൊച്ചിൻ്റെ ഒരു വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രസീൽ തോറ്റ സമയത്ത് പുള്ളിക്കാരി വിഷമിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ചേച്ചി അനിയത്തിയും തമ്മിലുള്ള വീട്ടിലെ പ്രശ്നങ്ങളൊക്കെയാണ്. അതൊക്കെ ഈ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് എന്ത് കിട്ടാനാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ ബിൻസിയാണ് നിന്നെ എടുത്തിട്ട് ചാമ്പിയാലും ഈ കാര്യത്തിൽ ഞാൻ ബിൻസിയുടെ കൂടെ നിൽക്കത്തുള്ളൂ. ഉള്ളായിരുന്നു പറയാലോ. ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയ ഇടേണ്ട ആവശ്യമുണ്ടോ? വൈരാഗ്യമൊക്കെ വേണം. അതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടിട്ട് ആരെ കാണിക്കാൻ വേണ്ടിയാണ്? നിങ്ങളിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഡിലീറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തു. അൻസിഫ് ഉണ്ടല്ലോ, ബിഗ് ബോസിൻ്റെ ഒക്കെ റിവ്യൂ പറയുന്നത്, അവനാണ് ഈ ഒരു വീഡിയോ ആദ്യം പുറത്ത് വിട്ടത്. ഓക്കെ, അപ്പോൾ ഇവൻ പുറത്ത് വിട്ട് ഇപ്പോൾ അവൻ്റെ ചാനലിൽ ഈ ഒരു സംഭവം കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അവർ വിളിച്ച് പറഞ്ഞാലും ഡിലീറ്റ് ചെയ്തായിരിക്കാം. ഇതിപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നാണക്കേടല്ലേ? ഓക്കെ, ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് വെച്ച് തരാം. വീഡിയോ കണ്ട സ്നേഹം മാത്രം എന്റെ ഉപദ്രവിച്ച് എന്റെ പേര് അതല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, ഈ വീഡിയോ കാണുന്ന സ്നേഹങ്ങൾ മാത്രമേ ഉള്ളൂ. പുറത്ത് അകത്ത് കിടക്കുന്നതൊന്നും നാട്ടുകാർക്കൊന്നും അറിയത്തില്ലല്ലോ, നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ. ഇതൊക്കെ കണ്ട് കുറേ ആൾക്കാർ ഈ ഫാമിലി വ്ളോഗും അതൊക്കെ കണ്ടിട്ട് പറയും, അവരെത്ര ഭാഗ്യവതിയാണ്, നമുക്കിതുപോലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഇന്ന് പറയുകയൊക്കെ ചെയ്യും. നിങ്ങൾ ഈ 8, 10, 12 വീഡിയോ മാത്രമല്ലേ കാണത്തുള്ളൂ. നിങ്ങൾക്ക് അതിനകത്ത് ഉള്ള സത്യാവസ്ഥയും ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. കൂടുതലും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഫേക്ക് സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, ഡൗൺലോഡ് ചെയ്തെടുത്തു. എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അണ്ണൻ അങ്ങ് എടുത്തതാ ഡൗൺലോഡ് ചെയ്തിട്ട്. പാവം. വീഡിയോ കണ്ട സ്നേഹം മാത്രം എന്റെ ഉപദ്രവിച്ച് എന്റെ പേര് ആലപ്പുഴ HD കോളേജിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. കോളേജിലൊക്കെ പോകേണ്ടതല്ലേ? നിങ്ങൾക്ക് തന്നെയല്ലേ നാണക്കേട്. ഒരു കാര്യം ഞാൻ പറയാം, ഇവരുടെ അച്ഛന് ഓട്ടോയൊക്കെ ഓടിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു നിലയിൽ കൊണ്ടെത്തിക്കുകയൊക്കെ ചെയ്തത്. ബിൻസിയും ശരിക്കും ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യമൊക്കെ എല്ലാവരും എടുത്ത് ട്രോളും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ചില വീഡിയോസുകളൊക്കെ അച്ഛന് വേണ്ടി ചെയ്യുന്നതൊക്കെ ഞാൻ കുറേ കണ്ടതാണ്. അഭിനയോ എന്തോ, പക്ഷെ അത് കാണുന്നവർക്ക് അത് മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ഓക്കെ, ഇതാണ് വീഡിയോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ വെച്ച് തരാം. എനിക്ക് സങ്കടം വന്നു. പാവമുണ്ട്. എല്ലാ നെയ്മർ കരയുന്ന രീതിയായിരിക്കും. ബ്രസീൽ ഫാൻസ് ഇങ്ങനെ ഇരുന്ന് കരയോ? 23 തൊട്ട് പനി തുടങ്ങിയ കരച്ചിൽ നിർത്തിയിട്ടില്ല മോളെ. ഓക്കെ, എനിക്ക് അറിയുന്നില്ല. ഓക്കെ, ബിൻസി ചിലപ്പോൾ എടുത്തിട്ടത് ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമില്ലെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കും. അതൊക്കെ സോഷ്യൽ മീഡിയ. ഇതൊരു ചെറിയൊരു കോണ്ടൻറ്റാണ്. ഞാനത് എൻ്റെ ഈ ഒരു ചാനലിനാണ് ഇടുന്നത്. വലിയ ചാനലൊന്നും ഇടുന്നില്ല. ഇതൊരു വലിയ സംഭവമാക്കാനോ ഒരു ഉദ്ദേശവും ഇല്ല. അപ്പം മോള് വന്നിട്ട് ചേച്ചിയെക്കുറിച്ച് 100 കുറ്റം പറഞ്ഞ് അതെടുത്ത് അലക്കാനല്ല നമ്മളിവിടെ ഇരിക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞ് ഇതൊക്കെ സോഷ്യൽ മീഡിയ വന്നുകൊണ്ടാണ്. നിനക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നാളെ നിനക്ക് വേണ്ടി സംസാരിക്കാൻ നിൻ്റെ ചേച്ചിയെ കാണത്തുള്ളൂ. അച്ഛനും അമ്മയും കഴിഞ്ഞാൽ നിൻ്റെ ചേച്ചിയെ കാണത്തുള്ളൂ. അതൊന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. കാര്യമാണ്. പുള്ളിയുടെ രീതിയും ആറ്റിറ്റ്യൂഡും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം, കൂടപ്പുറപ്പിനെ വിട്ട് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതങ്ങനെയാണ്. ആ ബിഗ് ബോസ് കാണുമ്പോൾ അറിയാം, പുള്ളി കൂടുതൽ നെഗറ്റീവ് ആൾക്കാർ പുറത്ത്. ഞാൻ പറയാം, അന്ന് അനുമോളുമായിട്ടുള്ള വിഷയത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ബിൻസി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ അവൾ പക്കയായിട്ട് അത് ചെയ്തത്. പിന്നെ അറിയാലോ, ആ സമയത്ത് ഇവിടുത്തെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെല്ലാം അനുമോക്ക് സപ്പോർട്ടായിരുന്നു. എല്ലാവരും കൂടെ അനുമോട്ടിലോട്ട് പോയതാണ്. ഓക്കെ, വെൽക്കം ടു RJ ബിൻസിസ് യൂട്യൂബ് ചാനൽ. ഇത് മരിയനെ നാട്ടിൽ കിടത്താൻ വേണ്ടി പോവാണ്. അതിന് മുൻപുള്ള മണിക്കൂറുകൾ മാത്രമാണ് മരിയക്ക് കാരണം ഈ അറക്കാൻ വെച്ചിരിക്കുന്ന പോത്തിന് ഫുഡ് കൊടുക്കുന്ന പോലെ മരിയക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അല്ലേ അപ്പാ? അതെ. എന്താ ഒരു ക്ഷീണം? ഉറങ്ങിക്കിടന്നോണ്ടിരിക്കുകയല്ലേ? ഫുഡ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ നീറ്റ് വരുമല്ലോ അല്ലേ? മോളെന്തിനാ വന്നത്? ഇവിടെ നോൺ വെജാ ഉള്ളത്. അല്ലെ, ഫുഡ് എന്ന് പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് ഒരു ബന്ധമില്ലാത്ത ആദ്യമേ പോയി സൈഡിൽ കൂടെ നമുക്ക് കയറാം. എനിക്ക് വർഷത്തിനോട് സത്യം പറഞ്ഞാൽ മരിയ ഫ്രണ്ട്സിനോട് ചില്ല് ചെയ്യാൻ പോയിരിക്കാം. എവിടെ പോയാ മരിയെ? നിങ്ങള് സൂചി കുടിക്കാൻ സാധാരണ സൂചിയിലൂടെ പോർക്കാണോ? നിങ്ങളത് കുടിക്കോ? അല്ല, കരിക്കഞ്ഞാണ് സൂചി എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ ഒരു വ്ളോഗാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മോള് വന്ന് സോഷ്യൽ മീഡിയ ഇട്ടാലും ഇവിടെ ആരും നിൻ്റെ ചേച്ചിയെ കുറ്റം പറയാനൊന്നും പോകത്തില്ല. വിവരമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനൊന്നും ചെയ്യാൻ നിൽക്കരുത്. അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീർക്കാൻ നോക്കുക. അത്രയേ ഉള്ളൂ. ചെറിയൊരു കോണ്ടന്റ്. ബൈ, ലവ് യു ഓൾ ഗൈസ്. അല്ലാതെ ബിൻസി അത് കണ്ടില്ലേ, ബിൻസിയുടെ അഭിനയം കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് ഇതിനേക്കാളും ലോക ഊട്ടായ്പ ടീംസാണ് ഫാമിലി വ്ളോഗ്. ഇവളിപ്പോഴും എന്തൊക്കെ തട്ടിക്കൂട്ട് പരിപാടി കാണിക്കുന്നതേ ഉള്ളൂ. ഫാമിലി വ്ളോഗ് അത് ആ പ്രണവ് പ്രവീണിൻ്റെ വിഷയത്തിൽ തന്നെ എൻ്റെ പൊന്നോ, അതിപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട് അതെങ്ങനെയാണ് പോയെന്നുള്ള രീതിയിലാണ്.
ഇത് വലിയ മാറ്ററായി കാണണ്ട. ഇതെല്ലാം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വന്നിട്ടിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ആ പെണ്ണിന് ബൈക്ക് എടുത്ത് കൊടുത്ത് ഇവിടെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ബിൻസി ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പെറുക്കിയിട്ട് അടിച്ചതിൻ്റെ കാരണം പറയാൻ പറ്റത്തില്ല. അതെന്തുവാണ്, ഇനി വല്ലതും കാണിച്ചിട്ടുണ്ടോ ഒന്നും പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പരമാവധി കാണിക്കാതിരിക്കുക, ചിന്തിക്കുക. നാളെ ഇവരൊക്കെ കാണത്തുള്ളൂ. ബൈ ബൈ.